കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്പീഡിനെ കുറിച്ചാണ്. സ്പീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, സ്പീഡിൽ നമ്മൾ പരിഗണിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. ഏത് ഡയറക്ഷനിലും ആവാം, എങ്ങനെയാവാം. ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിൻ്റെ സ്പീഡ് കണ്ടെത്താം. സ്പീഡ് കണ്ടെത്താൻ ആവശ്യമുള്ളത് അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിന് എത്ര സമയം എടുത്തു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ആവറേജ് സ്പീഡാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത്. സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് കാണും. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് വിത്ത് ഡയറക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുന്ന, ആ ഫിക്സ് ചെയ്ത ടൈം കൊണ്ട് അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു നമ്മൾ കണ്ടെത്തുന്നു. പക്ഷെ നമ്മളിവിടെ നേരത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം, സ്പീഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ. അതാണ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സ്പീഡും അതോടൊപ്പം ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുക വെലോസിറ്റി എന്നാണ്. വെലോസിറ്റി, ദ ക്വാണ്ടിറ്റി that specifies both speed and direction. Okay, direction of motion along with its speed. This quantity is called velocity. Velocity, clear aanallo? The quantity which specifies both speed and direction of motion is known as velocity. ഇങ്ങനെ പറയാം, വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു കൃത്യമായ ഡയറക്ഷനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആവാം, അല്ലെങ്കിൽ വേരിയബിൾ ആവാം. ചിലപ്പോൾ അത് യൂണിഫോം വെലോസിറ്റി ആവാം, അല്ലെങ്കിൽ വേരിയബിൾ വെലോസിറ്റി ആവാം. ഇങ്ങനെ വേരിയബിൾ വെലോസിറ്റി ആണെങ്കിൽ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് പലതവണ അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് കാണുക. ഈ വെലോസിറ്റി ചേഞ്ച് വരുന്നത് ഒന്നുകിൽ അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാവാം. മനസ്സിലായല്ലോ? അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡാണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോഴും വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ സ്പീഡിൽ, അതായത് ഒരു വേരിയബിൾ വെലോസിറ്റിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടല്ലോ, അതേപോലെ ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത്. ഇത് നമ്മൾ നേരത്തെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു യൂണിഫോം റേറ്റിലാണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനിഷ്യൽ വെലോസിറ്റിയുടെയും ഫൈനൽ വെലോസിറ്റിയുടെയും അരിത്തമെറ്റിക് മീൻ കണ്ടെത്തിയാൽ മതി. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറ് സ്മോൾ ലെറ്റർ യു കൊണ്ടാണ്. ഫൈനൽ വെലോസിറ്റി നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ് സ്മോൾ ലെറ്റർ വി കൊണ്ടാണ്. അപ്പോൾ വി എ വി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2. യു ഇനിഷ്യൽ വെലോസിറ്റിയാണ്, വി ഫൈനൽ വെലോസിറ്റിയാണ്. നമ്മളിനി എത്ര നമ്മൾ വെലോസിറ്റിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും യുവും വിയും സെയിം ആയിരിക്കും. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. ഇവിടെ നമ്മൾ വി എ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്.
മനസ്സിലായല്ലോ? അപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, സ്പീഡിന് ഒരു കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ റോഡിലൂടെ ഓടുന്ന ഒരു ബസ്, അതിന് നമ്മൾ സ്പീഡാണ് പറയാറ്. ലൈറ്റിന് നമ്മൾ വെലോസിറ്റിയാണ് പറയാറ്. കാരണം ലൈറ്റ് ഒരു കൃത്യമായ ഡയറക്ഷനിലാണ് ലൈറ്റ് പാസ് ചെയ്യുക. ഇനി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് സ്പീഡിന് പോലെ നമ്മൾ വെലോസിറ്റി പറയാം. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി 1-2 പ്രോബ്ലങ്ങൾ, സിമ്പിളായിട്ടുള്ള 1-2 പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ദ ഓഡോമീറ്റർ ഓഫ് എ കാർ റീഡ്സ് 2000 km at the start of a trip and 2400 km at the end of the trip. If the trip took 8 hours, calculate the average speed of the car in km/h and in meter/second. സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഒരു കാറിൻ്റെ ഓഡോമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. യാത്ര കഴിഞ്ഞപ്പോൾ 2400 കിലോമീറ്ററായി. ആ യാത്രയ്ക്ക് 8 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? യാത്ര തുടങ്ങുന്ന സമയത്ത് 2000 കിലോമീറ്ററാണ്, അവസാനിക്കുന്ന സമയത്ത് 2400 കിലോമീറ്ററാണ്. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഫൈനൽ റീഡിങ്ങിൽ നിന്ന് ഇനിഷ്യൽ റീഡിങ് റെഡ്യൂസ് ചെയ്താൽ മതി, അല്ലെ? മൈനസ് ചെയ്താൽ മതി. 2400 മൈനസ് 2000 = 400 കിലോമീറ്റർ. ടി എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. നമ്മൾ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. VAV S/T, അല്ലെ? എസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ടി ടൈമാണ്. 400 കിലോമീറ്റർ ഡിവൈഡ് ബൈ 8 hours, 50 km/h. ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ വെച്ചിട്ടാണ് ആ വണ്ടി സഞ്ചരിച്ചത്. ഓക്കെ, ആ കാറ് സഞ്ചരിച്ചത്. അപ്പോൾ 50 km/h ആണ് km/h ആ യൂണിറ്റിൽ നമ്മളുടെ കാറ് സഞ്ചരിച്ച വേഗത. ഇനി നമ്മളതിൻ്റെ മീറ്റർ/സെക്കൻഡിലും കൂടെ കാണാനുണ്ട്, അല്ലേ? മീറ്റർ/സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത്? മീറ്റർ/സെക്കൻഡ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചതല്ലേ? എന്ത് ചെയ്താൽ മതി? ഇതിനെ നേരെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഓർമ്മ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ചെയ്യേണ്ടത് 50 കിലോമീറ്റർ എന്നതിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അപ്പോൾ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 50 × 1000 മീറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മണിക്കൂറിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് 1 മണിക്കൂറിന് ആദ്യം നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇൻറ്റു 60, 60 മിനിറ്റ്. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്, ഇൻറ്റു 60. ഓക്കെ, ഇതാണ് മീറ്റർ/സെക്കൻഡ്. ഓക്കെ, നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം നമുക്ക് വെട്ടാം, ഇതും വെട്ടാം, അല്ലേ? പിന്നെ ഉണ്ടാവുക 50 × 10 500/36, അല്ലേ? 500/36. 500/36 എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുക 13.9 മീറ്റർ/സെക്കൻഡാണ്. അതായത് നമ്മളുടെ കാറ് ഒരു സെക്കൻഡിൽ 13.9 മീറ്റർ സഞ്ചരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതൊരു വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഉഷ സ്വിംസ് ഇൻ എ 90 മീറ്റർ ലോങ് പൂൾ. 90 മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ ഉഷ നീന്താണ്. ഷീ കവേഴ്സ് 180 മീറ്റർ ഇൻ 1 minute by swimming from one end to the other and back along the same straight path. ഇതാണ് അടുത്ത പ്രധാന പോയിന്റ് കേട്ടോ, സെയിം സ്ട്രെയിറ്റ് പാത്ത്. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ഉഷ. രണ്ടും കാണണം, ആവറേജ് സ്പീഡും കാണണം, ആവറേജ് വെലോസിറ്റിയും കാണണം. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ് 1 മിനിറ്റിൽ, അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മിനിറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിരിക്കും? എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിരിക്കും ഉണ്ടാവുക? ഉഷ 90 മീറ്റർ ആണ് ആകെ നീളം, അങ്ങോട്ട് നീന്തി തിരിച്ചിങ്ങോട്ടും നീന്തി. അതായത് നമ്മൾ 1 മിനിറ്റിന് ശേഷം ഉഷയെ കാണുന്നത് എവിടെയാണ്?
സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 180 മീറ്റർ ബൈ 1 മിനിറ്റ്. ഓക്കെ, അതിന് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുന്ന സമയത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡായി മാറും. അപ്പോൾ 180/60 = 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഉഷയുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ആവറേജ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ ആണ്. നേരത്തെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വ്യത്യാസം മനസ്സിലായില്ലേ? കാരണം ഈ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നേരത്തെ നമ്മൾ വെലോസിറ്റി പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? സ്പീഡ് പറയുന്ന സമയത്ത് എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് ഏത് പാത്തിലൂടെയാണോ സഞ്ചരിച്ച് ഇതാണ് നമ്മൾ സ്പീഡിന് വേണ്ടി കണ്ടിരുന്നത്. എന്നാൽ വെലോസിറ്റി ആകുമ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മതി. ഇങ്ങനെ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇതാണെങ്കിൽ വെലോസിറ്റി ആവുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് നടത്തുന്നതിനാൽ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പോയിട്ട് പഴയ പൊസിഷനിലേക്ക് എത്തി /60 സെക്കൻഡ് 0 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതേസമയം ഉഷ അപ്പ് നീന്തിയ പോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നീന്തിയ സമയത്ത് 90 മീറ്റർ നീന്തിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വെലോസിറ്റിയും കാണാം. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ആവുന്ന സമയത്ത്, ഉദാഹരണം നമ്മളെ പൂളിതാണ്, ഇവിടുന്ന് ഉഷ നീന്തി ഇവിടെ വരെ വന്നു 90 മീറ്റർ, തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴാണ് 180 ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ എത്തുന്ന സമയത്ത് നമുക്ക് സ്പീഡും വെലോസിറ്റിയും കാണാം അല്ലേ? അപ്പോൾ സ്പീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 90 ടോട്ടൽ ടൈം ടേക്കൺ 30 സെക്കൻഡ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 60 സെക്കൻഡ് എടുത്തത്, 1 മിനിറ്റ് എടുത്തത്. അപ്പോൾ 90/30 = 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വെലോസിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 90. ടൈം എത്രയാണ്? 30 സെക്കൻഡ്സ്. ഓക്കെ, ഇവിടെ എന്താണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടിയ എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും വെലോസിറ്റിയും സ്പീഡും സെയിം ആയിരിക്കും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസിൽ വെലോസിറ്റിയും സ്പീഡും എപ്പോഴും സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.